ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഇഞ്ചി മിഠായിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി നല്ല ടേസ്റ്റിലുള്ള ഇഞ്ചി മിഠായിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇഞ്ചി മിഠായിക്ക് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് തോനെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ 3 അച്ച് ശർക്കരയും എടുത്തിട്ടുണ്ട്. ഈ 3 സാധനങ്ങളും എടുത്ത് വെക്കുക. എന്നിട്ട് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് 3 അച്ച് ശർക്കര ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം പാരുക. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ആ പാത്രത്തിലുള്ള മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം കേട്ടോ. അപ്പോഴത്തിന് ഒരു ജാർക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക. മുഴുവനും ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കുക. അപ്പോൾ തന്നെ നമ്മളെ ശർക്കര ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ശർക്കര വെള്ളം ഒന്ന് തരിച്ചെടുക്കാം. തരിച്ചെടുക്കുകയാണ്. അങ്ങനെ മുഴുവനും തരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ആ അരിച്ചെടുത്ത ശർക്കര വെള്ളം പാരുക. ഇനി അത് തിളക്കട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മറ്റേ ഇഞ്ചി ചതച്ച് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനും ഇട്ട് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക കേട്ടോ. ശർക്കര വെള്ളവും ഇഞ്ചി അരച്ചതും നല്ല അടിപൊളിയായിട്ട് മിക്സാക്കുക. ഇനി കുറച്ച് ഏലക്ക നമ്മൾ പൊടിച്ചിടുന്നുണ്ട്. ഏലക്ക പൊടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ച് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആയിക്കിടോ നോക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഈ ശർക്കരൻ്റെ ഇത് ഇട്ട് നോക്കാം. എന്നിട്ട് കയ്യിലിട്ട് ഉരുട്ടി നോക്കാം. നമ്മളത് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വട്ടത്തിലുള്ള ഒരു പാത്രം വേണം കേട്ടോ. അതിലേക്ക് ഞാൻ ആർക്കേജിൻ്റെ നെയ്യാണ് കേട്ടോ ഇടുന്നത്. നിങ്ങൾക്ക് ഏത് നെയ്യും ഇടാം. ഞാൻ ആർക്കേജിൻ്റെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് എല്ലാ ഭാഗത്തേക്കും ഒരു ഇത് വെച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി ആർക്കേജ് എടുത്തുകൊണ്ട് നല്ല വണ്ണം ആക്കുന്ന ഒട്ടിപ്പിടിക്കില്ല നമ്മളെ ഈ പാത്രത്തിന്മേൽ. അപ്പോൾ ഇനി നമുക്ക് ആ ശർക്കര ഇതാക്കിയത് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ട് കൊടുത്തിട്ട് ആകെ ഇതാക്കുന്നുണ്ട്. കയ്യിൽ മുട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ആകെ പരത്തി കൊടുക്കുന്നുണ്ട്. ഫുള്ളിടുന്നുണ്ട്. പിന്നെ എല്ലാ ഭാഗത്തേക്കും വെക്കുകയാണ്. കയ്യിൽ മുട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് എത്ര കുറേ ഒന്നും പരത്താൻ കഴിയുന്നില്ല. നന്നായി പരത്തുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് അത് ചതുരത്തിലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ കത്തി വെച്ച് മുറിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചതുരത്തിലാണ് കേട്ടോ മുറിക്കുന്നത്. നമ്മൾ വാങ്ങുന്ന ഇഞ്ചി മിഠായി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അതേ നമ്മൾ വാങ്ങുന്ന ഇഞ്ചി മിഠായിൻ്റെ ടേസ്റ്റിലും അതേ രൂപത്തിലൊക്കെ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതേ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.